ഇന്ന് ഞാൻ കുണ്ടലിനി അവേക്കണിംഗ് ട്വിൻ ഫ്ലെയിംസിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കലി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വരാറുള്ളതെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കുണ്ടലിനി അവേക്കണിംഗ് എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ട്വിൻ ഫ്ലെയിംസിൽ ഇത് വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ട്വിൻ ഫ്ലെയിംസ് കുണ്ടലിനി അവേക്കൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം എന്തെങ്കിലും മെത്തേഡ്സോ കാര്യങ്ങളോ ഒന്നും ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടതായിട്ടില്ല. അത് വളരെ നാച്ചുറലായിട്ട് തന്നെ നടന്നോളും. ആൻഡ് കുണ്ടലിനി എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നട്ടലിൻ്റെ താഴെയായിട്ട് നമ്മുടെ റൂട്ട് ചക്രയുടെ താഴെ ഭാഗത്തായിട്ട് ഡോർമൻ്റായിട്ട് കിടക്കുന്ന ഒരു എനർജിയാണ്. ഇതെല്ലാം മനുഷ്യരിലും ഉള്ള ഒരു എനർജിയാണ്. അതായത് നമ്മുടെ ലൈഫ് ഫോഴ്സ് എനർജിയാണ്. ആൻഡ് ഈ ഒരു എനർജി അവിടെ നിന്നും നമ്മുടെ ക്രൗൺ ചക്രയിൽ എത്തുമ്പോഴാണ് നമ്മൾ പറയാറിങ്ങനെ ലൈക്ക് നമ്മുടെ ശക്തി നമ്മുടെ ക്രൗൺ ചക്രയിലിരിക്കുന്ന ശിവനുമായിട്ട് ഒന്നിച്ചു വന്നു. അപ്പോഴാണ് നമ്മൾ നമ്മുടെ കുണ്ടലിനി അവേക്കണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്കൊക്കെ എത്തിയെന്ന് പറയുന്നത്. ആൻഡ് ഇതൊരു പ്രോസസ്സാണ്. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ട്വിൻ ഫ്ലെയിംസിലാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു എനർജി ട്രിഗർ ആകുന്ന ഒരു ഫേസ് ഉണ്ട്. ലൈക്ക് നമ്മൾ എപ്പോഴാണ് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഡോർമൻ്റായിട്ട് കിടക്കുന്ന ഈ ഒരു എനർജി ട്രിഗർ ആകുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ക്ലെൻസിങ് ഫേസാണ്. ഈ ഒരു ക്ലെൻസിങ് ഫേസിൽ നമ്മുടെ 7 ചക്രാസും ക്ലെൻസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ 7 ചക്രാസിലെ ഓരോ ചക്രാസിലും ഓൾറെഡി കുറേ ബ്ലോക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഓരോ ചക്രാസും ക്ലെൻസായി വരുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു എനർജി റൂട്ട് ചക്രയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് നമ്മുടെ ക്രൗൺ ചക്രയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സല്ല. അതിന് ടൈം എടുക്കും. ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ നമ്മുടെ ഈ ഒരു ഡോർമൻ്റായിട്ട് കിടക്കുന്ന ഈ ഒരു എനർജി ട്രിഗർ ആകുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഒരു ബബിൾ ഫേസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലേക്കൊക്കെ പോകും. ആൻഡ് ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലേക്കും ഐസൊലേഷനിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് ആയിരിക്കും. പലതരത്തിലുള്ള ഇമോഷണലി നമ്മൾ പല പ്രയാസങ്ങളിലൂടെ ആയിരിക്കും. പലതരത്തിലുള്ള വേദനകൾ നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരിക്കും. ആൻഡ് അതിനുശേഷം ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളൊരു സ്പിരിച്വൽ അവേക്കണിങ് പ്രോസസ്സിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ആൻഡ് അവിടെ തൊട്ട് നമ്മുടെ ഒരു സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ട്വിൻ ഫ്ലെയിമിനെ കണ്ട ടൈമിൽ നമ്മുടെ കുണ്ടലിനി അവേക്കണിങ്ങും ആ ഒരു കുണ്ടലിനി ശക്തി അവിടെ ട്രിഗർ ആയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ ആയിരിക്കും പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മളിൽ കുണ്ടലിനി അവേക്കണിങ്ങും പയ്യെ നടക്കാൻ തുടങ്ങും. ആൻഡ് ഓൾറെഡി നമ്മുടെ ലൈഫ് മൊത്തത്തിൽ നമ്മൾ ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും എല്ലാ തരത്തിലും തകർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് നമ്മൾ സ്പിരിച്വൽ ജേർണിയിലാണോ കുണ്ടലിനി അവേക്കണിങ്ങിലൂടെയാണോ പോകുന്നത് ഇതൊന്നും നമുക്ക് ആ സമയത്ത് അറിയില്ല. നമ്മൾ ആ സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകത്തില്ല. ആൻഡ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്നൊരു ടൈമിലായിരിക്കും നമ്മളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിയിലാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ആൻഡ് ആ സമയത്തും നമ്മൾ കുണ്ടലിനി അവേക്കണിങ്ങിലാണ് എന്നൊന്നും നമ്മൾ അറിയത്തില്ല. പിന്നെ നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ പയ്യെ ഇന്നർ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇന്നർ വർക്കൊക്കെ ചെയ്ത് വരുമ്പോഴായിരിക്കും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും, 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഈ കുണ്ടലിനി അവേക്കണിങ് അല്ലെങ്കിൽ കുണ്ടലിനി എനർജിയെക്കുറിച്ചൊക്കെ അറിയാൻ പോകുന്നത്. അപ്പോൾ ഇതറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇനി എങ്ങനെയാണ് നമ്മുടെ കുണ്ടലിനി എനർജി നമ്മൾ അവേക്കൺ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്വിൻ ഫ്ലെയിംസിനാണെങ്കിൽ ഇത് ഓൾറെഡി ഈ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എനർജി ട്രിഗർ ആയിട്ടുണ്ട്. ആൻഡ് അപ്പം തൊട്ട് നമ്മുടെ ഈ ഒരു ക്ലെൻസിങ്ങും കാര്യങ്ങളും ഒക്കെ പയ്യെ നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ആൻഡ് നമ്മുടെ ഈ ഒരു 7 ചക്രാസും ക്ലെൻസായി പയ്യെ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നതും കൂടെ അനുസരിച്ചായിരിക്കും ഈ ഒരു ക്ലെൻസിങ് പെട്ടെന്ന് നടക്കുന്നത്. പലപ്പോഴും ഇത് ട്വിൻ ഫ്ലെയിംസിന് ഈ ഒരു കുണ്ടലിനി അവേക്കണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഒരു കുണ്ടലിനി അവേക്കണിങ്ങിലൂടെയാണോ പോകുന്നത് എന്നൊന്നും നമുക്ക് ചിലപ്പം തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. ഒരു നോർമലായിട്ടുള്ളൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിലേക്കൊക്കെ വന്ന് സ്പിരിച്വൽ ജേർണിയിലൂടെ കടന്നു വന്ന് അതായത് സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ നന്നായിട്ട് ചെയ്തു വരുന്ന വ്യക്തികൾക്ക് ഈ ഒരു അവേക്കണിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ഗുരുവിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ അവരുടെ ഈ ഒരു അവേക്കണിങ് അവർക്ക് മനസ്സിലാകും. അവർക്ക് ആ ഒരു നട്ടലിൻ്റെ ആ ഒരു പോർഷനിൽ അവർക്ക് അവിടെ ഒരു സെൻസേഷനൊക്കെ ഫീൽ ചെയ്യും.
ബട്ട് ട്വിൻ ഫ്ലെയിംസിന് നമ്മൾ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഈ ഒരു എനർജി അവിടെ ട്രിഗർ ആവുന്നുണ്ട്. ബട്ട് നമ്മൾ ഓൾറെഡി അവിടം തൊട്ട് ആ ഒരു സമയത്ത് ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കിത് നമ്മുടെ കുണ്ടലിനി ട്രിഗർ ആയിട്ടുണ്ട്, എനർജി ട്രിഗർ ആയിട്ടുണ്ടെന്നൊന്നും നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കണമെന്നൊന്നുമില്ല. ആൻഡ് നമ്മൾ ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ പോകുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ ഒരു കുണ്ടലിനി അവേക്കണിങ് അതും കൂടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് കുണ്ടലിനി അവേക്കണിങ് ആണോ സ്പിരിച്വൽ അവേക്കണിങ് ആണോ എന്നൊന്നും പ്രത്യേകമായിട്ട് നമുക്കിത് രണ്ടും കൂടെ തിരിച്ചറിയാൻ വേണ്ടി പറ്റാതെ വരും ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ. ആൻഡ് നമുക്ക് ഈ സ്പിരിച്വൽ അവേക്കണിങ്ങിൽ ഓൾറെഡി നമുക്ക് നമ്മുടെ അവിടെ നമുക്ക് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളൊക്കെ സംഭവിച്ച് നമ്മളിലുള്ള ട്രോമാസ് കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുണ്ടലിനി അവേക്കണിങ്ങിൻ്റെ സ്റ്റേജസിലും ഒരു ക്ലെൻസിങ് ഫേസ് ഉണ്ട്. അതായത് ക്ലെൻസിങ് ഫേസിൽ നമ്മുടെ ചക്രാസിൽ ക്ലെൻസ് ആവുന്ന ടൈമിൽ നമുക്ക് ഓരോ ചക്രാസിലുള്ള ബ്ലോക്കേജസ്, അതായത് അവിടെയുള്ള ട്രോമാസ്, ഇമോഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ സർഫസിൽ വരും. ആൻഡ് ഇതിങ്ങനെ സർഫസിൽ വരുമ്പോൾ നമുക്ക് ഇമോഷണലായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇത് നമുക്ക് ആ സമയത്ത് ഇത് കുണ്ടലിനി അവേക്കണിങ് ആണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ മിക്കപ്പോഴും പറ്റാറില്ല. അല്ലെ നമ്മൾ അത്രയും സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്ത് വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബാക്ക് നട്ടലിൻ്റെ ഭാഗത്ത് ആ ഒരു സെൻസേഷനൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ട്വിൻ ഫ്ലെയിംസിന് നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് വരുന്ന ഒരു ടൈമിലായിരിക്കും ഇങ്ങനെയുള്ള സെൻസേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങുന്നത്. അതുവരെ അതായത് ആ ഫസ്റ്റ് ക്ലെൻസിങ് പീരീഡിലൊക്കെ നമുക്ക് ഇമോഷണലി നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ തിരിച്ചറിയത്തില്ല. ബട്ട് നമുക്ക് ഫിസിക്കലി നമുക്ക് ചില പെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് അതൊരു കുണ്ടലിനി അവേക്കണിങ്ങിൻ്റെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.